മേലെ വാനിലെ കിളികളായി ചേരാം മാറിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ ഹോ തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി ഇനി ഒന്നായി ഒന്നായി ഉയരാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 1 ആണല്ലേ, എൻ്റെ ഫേവറേറ്റ് മന്ത് ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. നികയുടെ ഷിഫ്റ്റൊക്കെ ഈ മന്ത് മാറി കേട്ടോ, 2 to 10 ആണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നിക്ക് പോയി. ഞാൻ പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറി വരുന്നുണ്ട്. അപ്പോൾ സമയം 3:45 കേട്ടോ. വേഗം പോയിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാം, വേറെ ഒന്നല്ല, നമുക്ക് ഈവനിങ് വാക്കിന് പോകേണ്ട ടൈമായി. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് എടുക്കാം. മേക്കപ്പ് ഒന്നുമല്ല, നമ്മൾ പുറത്തേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ തണുപ്പും കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് സ്കിൻ. അപ്പോൾ ഒരു അലോവേരയുടെ ആണ് കേട്ടോ ഇത്. എന്നിട്ട് നന്നായിട്ട് ഒരു മസാജൊക്കെ കൊടുത്തിട്ട് കുറച്ച് ലിപ് ബാം ആഡ് ചെയ്യും. ഇത് കളർ വരുന്നൊരു ലിപ് ബാമാണ് കേട്ടോ, പക്ഷേ അടിപൊളിയാണ്. ലിപ്സ്റ്റിക് അല്ല. അപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഹെയറിലാണ് കുറച്ചധികം പണിയുള്ളത്. കാരണം മുടിക്ക് ഇങ്ങനെ നീളമേ ഉള്ളൂ, ഉള്ളില്ല. പക്ഷേ ഇങ്ങനെ ഭയങ്കര പറന്ന് നിൽക്കുന്ന പോലെ, ഉള്ള പോലെ ഫീൽ ചെയ്യുന്നൊരു മുടിയാണ് എൻ്റെ. അപ്പോൾ സെറം എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. കാരണം ഹെയർ വാഷ് ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല. ഞാൻ 2 ഡേയ്സ് ഒക്കെ കൂടുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സെറം ഇട്ട് ഹെയർ നന്നായിട്ടൊന്ന് ഒതുക്കണം നമുക്ക്. അതുതന്നെ ഒരു ടാസ്ക്കാണ്. അതല്ലെങ്കിൽ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ പൊങ്ങി ആകെ എന്തോ ഒരു കോലം പോലെ ഇരിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഹെയർ സെറം ഇട്ട് കൊടുത്തിട്ട് കോംബ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഒരു അത്യാവശ്യം ഒതുങ്ങിയൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പോണിറ്റെയിൽ കെട്ടും. ഇങ്ങനെ പോകാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ അപ്പോഴും അതെനിക്ക് മുടി ഭയങ്കര ഒരു മുന്നിലേക്ക് വരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും ബ്രെയ്ഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് താഴെ ഒരു ബണ്ണും കൂടി ഇട്ടിട്ട് ഇതാ ഇങ്ങനെയാക്കും. ഇതാകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല സെറ്റായിട്ടിരിക്കും. ഒരു ശല്യവും ഇല്ല, പറന്ന് നിൽക്കില്ല, നല്ല ഒതുങ്ങിയിരിക്കും മുടി. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, ഓടാം, നടക്കാം, എന്ത് ചെയ്യാനും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരില്ല കേട്ടോ. പിന്നെ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഉള്ളൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ വന്ന പിന്നെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി കേട്ടോ, ഉള്ളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് വലിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ ഉള്ളുള്ള പോലെയൊക്കെ തോന്നും. പിന്നെ ഞാൻ പോയപ്പോഴാണ് വിൻഡോ ക്ലോസ് ചെയ്തില്ല എന്ന് ഓർത്തത്. വീണ്ടും തിരിച്ച് വന്ന് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ 4:15 കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെട്ടവും വെളിച്ചവും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം പോട്ടെ, കാരണം നന്നായിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്താമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 1 ഹവറാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നെ ഈ സമയത്തൊക്കെ നല്ല ഗോൾഡൻ കളറിലായിരിക്കും കേട്ടോ സ്കൈ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പാർക്ക് വരെ ഇങ്ങനെ പയ്യെ നടന്നാണ് പോവാറ്. പാർക്കിലേക്ക് പോകാനാണെങ്കിൽ ഒരുപാട് വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി സെയിം വഴിയിൽ കൂടി പോകുമ്പോൾ നമുക്കൊരു ബോറടിക്കില്ലേ. അപ്പോൾ ഞാൻ വേറെ റൂട്ട്സൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കും. പിന്നെ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നമ്മുടെ കൊച്ചിയിൽ ബ്രോഡ്വേയുടെ കാര്യം പറയുന്ന പോലെ എങ്ങനെയൊക്കെ തിരിഞ്ഞു പോന്നാലും നമ്മളൊരു സ്ഥലത്ത് തന്നെ എത്തും. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ എന്താ എൻ്റെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. അതും പല നാഷണാലിറ്റീസിൽ വരുന്ന ആൾക്കാർ, പല ഏജ് ഗ്രൂപ്പ്സിൽ വരുന്ന ആൾക്കാർ, അതിൽ മെയിൽ ഫീമെയിൽ എല്ലാവരും ഉണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരം കാണുന്നവരൊക്കെ തമ്മിൽ ഇപ്പോൾ ഒരു പരിചയമുള്ള പോലെയായി. നമ്മൾ സംസാരിക്കുന്നില്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നു, നടക്കുന്നു, ഓടുന്നു. പക്ഷെ ഒരു ചിരി ഉണ്ടല്ലോ, എല്ലാവരുടെയും ഫേസിലും ഒരു നല്ലൊരു ചിരി നമ്മളെ കാണുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നമുക്കും എന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. പുതിയ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എന്താ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു 1 ഹവർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇരുട്ടായിട്ടുണ്ടാവും. ഞാൻ എന്താ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ ഷൂ ഒക്കെ ഊരി നമ്മൾ പുറത്തൊരു ചെറിയൊരു കുഞ്ഞ് ഷൂ റാക്കുണ്ട്, അതിലേക്ക് തന്നെ വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിടുന്ന ചെരുപ്പും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. ആ ഒരു ടൈമിൽ ഞാൻ വീട്ടിലോട്ട് വിളിക്കും. പിന്നെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഇപ്പോൾ തുണി മടക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്നിട്ടാണ് ഞാൻ പോയി കുളിക്കുക. കുളിച്ച് വന്നപ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് കുക്കീസ് എടുത്ത് കഴിച്ചു. ഇത് ഗുഡ് ഡേയുടെ ആണ് കേട്ടോ, നല്ല അടിപൊളി ചോക്ലേറ്റ് കുക്കീസാണ്. അത് കഴിച്ച് കുറച്ച് വെള്ളവും കൂടി കുടിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് റെഡി ആവണം, ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം നൈറ്റ് ആണല്ലോ, 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല.
പിന്നെ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു, ലിപ് ബാം ഇട്ട് കൊടുത്തു, ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. കണ്ണ് ഞാൻ എഴുതി, പക്ഷേ ക്യാമറ നോക്കിയല്ല കേട്ടോ സെപ്പറേറ്റ് പോകാൻ എഴുതിയത്. പിന്നെ ഞാൻ ഒന്ന് എയർപോർട്ട് വരെ പോവാണ്. കാരണം നിഖി വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ലോണ്ട്രിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നിഖിക്ക് ചെയ്താൽ മതി, അപ്പോൾ എന്നോട് ഇവിടെ ചുമ്മാ ഇരിക്കുകയല്ലേ വന്നോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ആ ഡ്രസ്സൊക്കെ മാറി ഒരു ജീൻസും ടീഷർട്ടാണ് ഇട്ടത്. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഫുൾ സ്ലീവ് തന്നെ ഇട്ടു കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. ഇന്നും എനിക്ക് ബസ് മിസ്സായി. ഞാൻ നിഖി ഇവിടുന്ന് ബസ് വരുന്നത് നോക്കി ഇറങ്ങുന്ന പോലെയൊക്കെ ഞാൻ ഇറങ്ങും, പക്ഷേ എനിക്ക് കിട്ടൂല. ഞാൻ നടന്നെത്തുമ്പോഴേക്കും ബസ് പോകും. നിഖിക്ക് എങ്ങനെയാവോ ഇത്ര സ്പീഡിൽ നടക്കണേന്നാവും കേട്ടോ. പിന്നെ ഇനി നെക്സ്റ്റ് ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് നമ്മൾക്ക് മാപ്പിൽ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കാമെന്നല്ലാതെ തിരിച്ചു പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ബസ് വന്നു കേട്ടോ. ഇതല്ല, ഇത് L533 ആണ്. ഇത് നിഖിയുടെ ബസ്സാണ് കേട്ടോ. ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിലല്ല പോകേണ്ടത്, എനിക്ക് മെട്രോ ലിങ്കിലാണ് പോകേണ്ടത്. ഇതിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്താ മെട്രോ ലിങ്ക് ബസ് വന്നപ്പോൾ അതിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ മെട്രോയിൽ എത്തിയപ്പോഴാണെങ്കിൽ 8 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിലേക്ക് ട്രെയിൻ ഉള്ളൂ. അപ്പോൾ പിന്നെ 8 മിനിറ്റ്സ് വീണ്ടും ഞാൻ അവിടെ പോസ്റ്റായി. പിന്നെ ട്രെയിൻ വന്നു, ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1 സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ. ഞാൻ കയറുന്ന സ്റ്റോപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കറക്റ്റ് 10 മണിയായി. നിഖി ഇറങ്ങുന്ന ടൈമായിട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇവിടെ എത്തിയപ്പോഴത്തേനും നിഖി അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറി. ഇനി നമുക്ക് മത്തർ കദീമിലാണ് കേട്ടോ ഇറങ്ങാനുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അങ്ങനെ ലോണ്ട്രിയിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങി വീട്ടിലേക്ക് പോകാൻ നിന്നാൽ ഞങ്ങളിപ്പോൾ സെയ്ദിൻ്റെ ചായക്കട എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇരിക്കുന്നത്. ലോണ്ട്രിയുടെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്, ലോണ്ട്രി എത്തുന്നതിന് മുൻപ്. അപ്പോൾ അതിലേ പോയപ്പോൾ കുറേ കട്ട്ലേറ്റും എണ്ണ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ കോഫി പറഞ്ഞു, ഞാനൊരു ബീഫ് കട്ട്ലേറ്റ് പറഞ്ഞു, നിഖി കട്ട്ലേറ്റും ഉന്നക്കായ അങ്ങനെ എന്തൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് പറയുന്നത്, ഞാൻ കുറച്ച് മുന്നേ ക്യാൻറ്റീനിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഓൾറെഡി ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഇതും കൂടി ആയപ്പോൾ ഒന്നും വേണമെന്നില്ല. അപ്പോൾ നീ എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്നും ചെയ്യണ്ടല്ലോ എന്ന്. പിന്നെ ഞാനും ഒരു കപ്പ ബിരിയാണി പറഞ്ഞു, നിഖി ഒരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇതൊരു ഒട്ടും പ്ലാനില്ലാത്ത സംഭവമായിരുന്നു. അന്നേരത്തെ നിഖിയുടെ പ്ലാനെല്ലാം അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്നായിരിക്കും. പിന്നെ ലോണ്ട്രിയിലേക്ക് പോയിട്ട് ഞാൻ താഴെ ഇരുന്നുള്ളൂ. നിഖി മുകളിൽ പോയി ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നു. എനിക്ക് ആ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പോകും, ഇന്ന് ഞാനപ്പോൾ പോയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ക്യാബ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല കോട പോലെ ഇങ്ങനെ മൂടി നിൽക്കുവാണ്. ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകെ വെളുപ്പിനൊക്കെ ഭയങ്കര തണുപ്പായിരിക്കുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഫുൾ സ്ലീവ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഈ ഒരു നൈറ്റ് ടൈം ഇങ്ങനെ ആയിരിക്കും എന്ന്. ഇനിയിപ്പോൾ ഡിസംബറും കൂടി ആയല്ലോ, ഇങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഇതാ ക്യാബ് വന്നു, ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈവനിങ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ മാക്സിമം ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി വീട്ടിലെത്തി ഇതാ ഡ്രസ്സൊക്കെ മാറി, ഇനി ഒന്ന് ഫ്രഷായി മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.